ഇന്നലെ ചില സാഹചര്യങ്ങൾ കാരണം ഇന്നലെ മാർക്കറ്റ് വ്യൂവിൻ്റെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. ചില യാത്രകളിലായിരുന്നു. അതിന് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. പ്രധാനപ്പെട്ട ന്യൂസുകൾ ജൂൺ 24 എന്തൊക്കെ സംഭവിച്ചു, ജൂൺ 25 സാധ്യതകൾ നമുക്ക് അനലൈസ് ചെയ്യാം. മാർക്കറ്റ് നല്ലൊരു സ്വിങ് തന്ന ഒരു ദിവസമായിരുന്നു. 25,317, അതായത് 25,200 എന്ന് പറയുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത് മാർക്കറ്റ് ഏകദേശം 300 പോയിൻറ്റോളം മുകളിലോട്ട് പോകാൻ സാധിച്ചു. 317 വരികയും അവിടെ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഭാഗ്യവശാൽ 25,000 മുകളിൽ നിഫ്റ്റിക്ക് ക്രോസ് ചെയ്യാൻ സാധിച്ചു. 25,044 ക്ലോസ് ചെയ്തു. 72.45, അതായത് അപ്രോക്സിമേറ്റ്ലി 0.29% ഒരു അപ്സൈഡ് കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റ് 300 പോയിൻറ്റിൻ്റെ ഒരു സ്വിങ് കൊടുത്തിട്ട് പോലും വോളറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് കാര്യമായി സ്വിങ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി അത് കീപ്പ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. 13.64, 2.8% താഴ്ന്നിട്ട് വിക്സ് നിന്നു എന്നുള്ള വിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നാസ്ഡാക്ക്, ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാത്രിയാണ്, രാവിലെ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. ഈ സമയത്ത് നാസ്ഡാക്ക് നിൽക്കുന്നത് 1.43% അപ്സൈഡ് 281 പോയിൻറ്റ്സിലാണ് നിൽക്കുന്നത്, അപ്സൈഡാണ്. സോ US മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിൽ നിൽക്കുന്നു. സീസ് ഫയർ, അതായത് ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള സീസ് ഫയറിൻ്റെ അഗ്രിമെൻറ്റ്, വെടിനിർത്തൽ കരാറുകൾക്കുള്ള അഗ്രിമെൻറ്റ്, ഒരുപാട് പോസിറ്റീവ് വാർത്തകൾ ന്യൂസ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ പോസിറ്റീവ് വാർത്തകൾ വീണ്ടും വരട്ടെ, മാർക്കറ്റിന് അത് പോസിറ്റീവായി തീരട്ടെ എന്ന്. ഇനി ഇൻഡെക്സ് പൊസിഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, യുദ്ധം വരുന്ന സമയങ്ങളിൽ ഏറ്റവും മുകളിലോട്ട് പോകുന്ന രണ്ട് സെക്ടേഴ്സാണ്. ഒന്ന് ഡിഫൻസ് സെക്ടറും ഒന്ന് കൊമോഡിറ്റി സെഗ്മെൻ്റ് ആയിട്ടുള്ള ഗോൾഡും സിൽവറും. എന്നാൽ ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റ് പോലത്തെ ന്യൂസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന രണ്ട് സെഗ്മെൻറ്റുകളാണ്. ഒന്ന് കൊമോഡിറ്റി സെഗ്മെൻറ്റും ഒന്ന് ഡിഫൻസും. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഡിഫൻസിൽ നല്ലൊരു ഫാൾ ഉണ്ടായിരുന്നു, അതായത് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു എല്ലാ ഡിഫൻസ് സ്റ്റോക്കിലും, എസ്പെഷ്യലി GRSയിലെല്ലാം. അതേപോലെ തന്നെ ഗോൾഡ്, അപ്രോക്സിമേറ്റ്ലി ഗോൾഡ് ഇൻഡെക്സ് ഏകദേശം ഒരു 2% അടുത്ത് അതിൻ്റെ ഒരു ഫാൾ ഉണ്ടായി. ഞാൻ പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ അതെപ്പോഴും ഇത് വരുന്ന സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നോട്ടീസ് ചെയ്ത മാർക്കറ്റിൽ, വോഡാഫോൺ ഇന്ത്യ ഒരുപാട് കാലമായിട്ട് അതിൻ്റെ ബിസിനസ് സ്ട്രഗിളെല്ലാമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ വന്നിരുന്നു. പക്ഷേ ഇന്ന് അതിനകത്ത് നല്ല ഒരു വോളിയം ബിൽഡപ്പ് ഇന്ന് നോട്ടീസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇന്ന് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.74% ചേഞ്ച് വന്നു. പക്ഷേ നല്ലൊരു വോളിയം ബിൽഡപ്പ് വോഡാഫോൺ ഇന്ത്യനകത്ത് വരുന്നുണ്ട്. മേ ബി അവരുടെ പുതിയ പ്ലാനുകളും പുതിയ സ്ട്രാറ്റജീസും എല്ലാം വർക്കൗട്ട് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് മേ ബി ബൈങ് ഉണ്ടായിരിക്കാം, അറിയില്ല. കൃത്യമായ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടും കൺസൾട്ട് ചെയ്യാം. ഇനി ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ JM ഫിനാൻഷ്യൽസും LT ഫുഡ്സും ആയിരുന്നു മേജറായിട്ട് 7 to 8% ഒരു ഗെയിൻ കൊടുത്തത്. ലോസിൽ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫൻസ് സെഗ്മെൻറ്റുള്ള GRC 8.8% ഒരു ഫാള് ഇന്ന് വന്നു. ഇന്ന് മിക്ക ഡിഫൻസ് സ്റ്റോക്കുകളും നല്ലൊരു ഫാൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ KPIT ടെക്ക് ഒരു 6% ഫാൾ കൊടുത്തു. KPIT ടെക്ക് ഒരു സോഫ്റ്റ്വെയർ ഡിവിഷൻ കമ്പനിയാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും അതിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റാണ്. ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റ് കുറച്ച് കാലങ്ങളായിട്ട് അണ്ടർ പ്രഷറിലാണ്. മേ ബി ആ ഒരു ഇതാണ് ഓട്ടോ സെക്ടറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ KPIT ടെക്കിലും ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. 52 വീക്സ് ഹൈ, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ക്രോസിംഗ് ഹൈ ഇന്ന് കാണിച്ച ഒരു കമ്പനിയായിരുന്നു ഹ്യൂണ്ടായുടെ IPO വളരെ വലിയൊരു ആരവത്തോടു കൂടി വരവേറ്റൊരു IPO ആയിരുന്നു. അത് ഇന്ന് 2084 എന്ന് പറയുന്ന അതിൻ്റെ പീക്ക് ക്രോസ് ചെയ്യുകയും ക്ലോസിംഗ് വന്നത് 2071 ആണ്. ഏകദേശം 3.6% നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി FIS DISൻ്റെ ഡാറ്റ ജൂൺ 24 നോക്കുകയാണെങ്കിൽ ഏകദേശം 5,000 crore FIS സെല് ചെയ്തു. 5,200 ഓൾമോസ്റ്റ് അതേ ക്വാണ്ടിറ്റി തന്നെ DIS ബൈ ചെയ്തു എന്നുള്ളതാണ്. നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 25,159, ഏകദേശം 82 പോയിൻ്റാണ്, 0.33% അപ്പാണ്. നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് നോക്കാം. എന്തായാലും ഇന്ന് മാർക്കറ്റ് തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടിയെല്ലാം വന്ന നല്ല വാർത്തകളായിരുന്നു. ഇറാൻ ഇസ്രായേൽ സീസ് ഫയറും US-ൻ്റെ വാർത്തകളും എല്ലാം തന്നെ, US-ന്ന് വന്ന വാർത്തകളെല്ലാം തന്നെ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു.
പിന്നെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള വോളറ്റിലിറ്റിക്ക് എപ്പോഴും കാരണം ട്രംപിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ പ്രത്യേകമായിട്ട് ട്രേഡ് ചെയ്യുന്നവർ ഈ സ്വിങ് വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി. ഇൻവെസ്റ്റേഴ്സ് ഡിപ്സുകൾ ഓഫ് കോഴ്സ് നല്ല ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. യുദ്ധം മാറട്ടെ. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഇൻഡയറക്റ്റായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറട്ടെ. കാരണം യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു നല്ല ന്യൂസല്ല. മാർക്കറ്റിനാണെങ്കിലും നമ്മുടെ ജീവിതത്തിനാണെങ്കിലും ഇൻഡയറക്റ്റായിട്ട് നമ്മളെ ബാധിക്കും. ഓയിൽ പ്രൈസ് മറ്റ് കാര്യങ്ങളെല്ലാം കൂടും. യുദ്ധത്തെ നേരിട്ട് ബാധിക്കുന്നവർക്ക് അത് ഭയാനകമായ ഒരു അനുഭവമാണ്. ഇന്നലെല്ലാം ന്യൂസുകൾ വായിച്ചൊരു GCC കൺട്രികൾ, ഖത്തർ പോലത്തെ കൺട്രികളിലെല്ലാം ഈ ആക്രമണത്തിൻ്റെ ചില സിഗ്നൽസ് വന്നത് വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. അങ്ങനെയൊന്നും തുടർന്ന് ദിവസങ്ങളിൽ ഒരു കാരണവശാലും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ല വാർത്തകൾ മാർക്കറ്റിൽ വരികയും മാർക്കറ്റിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 25,200 ക്രോസ് ചെയ്ത് മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. മാർക്കറ്റിന് എപ്പോഴും മുന്നോട്ട് പോകണമെങ്കിൽ ഫണ്ടമെൻ്റൽ റീസൺസ് കൂടെ വേണം. ഇനി വരും ക്വാർട്ടറിൽ വരുന്ന റിസൾട്ടുകളും കൂടി നന്നായാൽ മാർക്കറ്റിന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. ഒരുപാട് കാലമായിട്ട് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകളിൽ പറയുന്ന പോലെ തന്നെ 24,500-നും 25,200-ഉം എന്ന് പറയുന്ന ഈ റേഞ്ച് ബൗണ്ടിനുള്ളിൽ കിടന്ന് മാർക്കറ്റ് ഒരു ടൈം കറക്ഷൻ ഫേസിലാണ്. ഡെഫിനറ്റ്ലി മാർക്കറ്റിന് ഇത് ബ്രേക്ക് ചെയ്ത് പോകാൻ നല്ല വാർത്തകളും ഫണ്ടമെൻ്റൽസും സപ്പോർട്ടായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ആവശ്യമായ ലിങ്കുകളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻസ് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് കാര്യങ്ങൾക്കും അത് അക്കൗണ്ട് ഓപ്പണിങ്ങുമായും മ്യൂച്വൽ ഫണ്ടുമായുള്ള മറ്റ് ക്വറീസും കാര്യങ്ങൾക്കെല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നോക്കാം നാളെ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ ജൂൺ അവസാന വാരത്തിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്.